നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇരുവശവും കൂറ്റൻ മരങ്ങളുള്ള പാതകൾ, കണ്ണെത്താത്ത ദൂരത്തോളം നീണ്ടുകിടക്കുന്ന റോഡുകൾ, സർവ്വവും പച്ചയായ പ്രദേശത്ത് വയലറ്റ് നിറത്തിൽ ജക്കാർഡകൾ പൂവണിഞ്ഞു നിൽക്കും. ഇടയ്ക്കിടെ അതിഥികളായി കാട്ടാനകളും കുരങ്ങന്മാരുമൊക്കെ എത്തും. തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് ദിവസം ആസ്വദിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മസിനഗുഡിക്ക് ബാഗ് പാക്ക് ചെയ്തോളൂ. മസിനി എന്ന പ്രാദേശിക ദേവതയുടെ പേരിൽ നിന്നാണ് മസിനഗുഡി എന്ന പേരുണ്ടായത്. മസിനിയുടെ ആവാസ കേന്ദ്രമെന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. പേരിൽ പറയുന്നത് പോലെ മസിനഗുഡി അതിസുന്ദരിയാണ്. നീലഗിരി കുന്നുകളുടെ താഴ്വാരത്ത് ഊട്ടിക്കടുത്തായാണ് മസിനഗുഡി സ്ഥിതി ചെയ്യുന്നത്. മുതുമലൈ ദേശീയോദ്യാനത്തിൻ്റെ 5 പ്രധാന ഭാഗങ്ങളിലൊന്നായ ഈ പ്രദേശം ജൈവ വൈവിധ്യത്താൽ അതീവ സമ്പന്നമാണ്. മറ്റു വനപ്രദേശങ്ങളിൽ ഉള്ളതുപോലെ തന്നെ മസിനഗുഡിയിലും ജീപ്പ് സഫാരി നടത്താൻ സഞ്ചാരികൾക്ക് അവസരമുണ്ട്. രാവിലെ 6 മണി മുതൽ 7 മണി വരെയും വൈകിട്ട് 5 മുതൽ 7 മണി വരെയുമുള്ള സമയത്ത് ഇവിടെ സഞ്ചാരികൾക്കായി ജീപ്പ് സർവീസ് ലഭ്യമാണ്. 1 മണിക്കൂർ നേരം കാട്ടുപ്രദേശത്തോടുകൂടി യാത്ര ചെയ്യാം. പോകും വഴിയെ മാനുകളെയും കുരങ്ങന്മാരെയും ആനകളെയുമെല്ലാം വഴിയിൽ നിറയെ കാണാം. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായതിനാൽ മല കയറാൻ ഇഷ്ടമുള്ളവർക്കായും ഇവിടെ നിരവധി അവസരങ്ങളുണ്ട്. വിഭൂതിമലൈ പോലുള്ള പ്രദേശങ്ങൾ ട്രെക്കിങ്ങിനായി തിരഞ്ഞെടുക്കാം. പോകും വഴിയെ ആനകൾ ഉണ്ടാകാം എന്നതിനാൽ കൂടെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം. മോയാർ ജലവൈദ്യുത നിലയത്തിന്റെ പ്രാഥമിക ജലസ്രോതസ്സാണ് മറവാകണ്ടി അണക്കെട്ട്. നിരവധി പക്ഷി മൃഗാദികളെ ഇവിടെ കാണാം. ഇവയെ നിരീക്ഷിക്കുന്നതിനായി പ്രത്യേക ഗോപുരവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരം ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സഞ്ചാരികൾക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാം. ആനകൾക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം കൊടുക്കണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള അവസരം ഇവിടെ ലഭിക്കും. 1972 ആരംഭിച്ച ഈ ആന പരിശീലന കേന്ദ്രം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. തേപ്പക്കാട് ആന പരിശീലന കേന്ദ്രം. മുതിര, ശർക്കര, അരി, കരിമ്പ് എന്നിവയുടെ മിശ്രിതമാണ് ഇവിടെ ആനകൾക്ക് തീറ്റയായി നൽകുന്നത്. പരിശീലനം ലഭിച്ച ആനകളായതിനാൽ അടുത്തിടപഴകാൻ പേടിക്കേണ്ടതില്ല. മസിനഗുഡിയിലെത്തുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് മുതുമലൈ ദേശീയോദ്യാനം. കാനന ഭംഗിയുടെ മനം മയക്കുന്ന കാഴ്ചകൾ മാത്രമല്ല, ബംഗാൾ കടുവ, പുള്ളിപ്പുലി, ആനകൾ, ലങ്കൂർ കുരങ്ങുകൾ തുടങ്ങി നിരവധി ജീവജാലങ്ങളെയും ഇവിടെ കാണാം.